ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അറയിലെ ഒരു വാല്യൂ എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്നുള്ള സി പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അറേ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അറേയുടെ സൈസ് എന്ന് പറയുന്നത് 8 ആയിട്ട് ഹാർഡ് കോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡിലീറ്റ് ചെയ്യേണ്ട വാല്യൂ ഏതാണോ അത് ഞാനൊരു വേരിയബിളിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിലീറ്റ് വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്ത്. അതിനുശേഷം ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന വാല്യൂ ആണ് അസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ആക്ച്വലി നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടാത്ത വാല്യൂ വരികയാണെങ്കിൽ ആ വാല്യൂവിനെ അറയുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ കൊണ്ടുവെക്കാനുള്ള ഒരു വേരിയബിളാണ് ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ. അതിനുശേഷം ഞാനൊരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് അറയുടെ ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട് ലാസ്റ്റ് ഇൻഡെക്സ് വരെ ഐട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ചെക്കാണ് നടത്തുന്നത്. കറണ്ട് പൊസിഷനുള്ള വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടാത്ത വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടാത്ത വാല്യൂ ആണെങ്കിൽ നമ്മൾ കറണ്ട് പൊസിഷനുള്ള വാല്യൂവിനെ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നിൽക്കുന്ന പൊസിഷനിലോട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ അപ്ഡേറ്റ് ചെയ്ത് അടുത്ത നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടാത്ത വാല്യൂവിനെ സ്റ്റോർ ചെയ്യാനുള്ള പൊസിഷനിലോട്ട് മൂവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ നിൽക്കുന്ന പൊസിഷൻ ആയിരിക്കും നമ്മുടെ പുതിയ അറയുടെ സൈസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നമ്മൾ സൈസ് എന്ന് പറയുന്ന വേരിയബിളിനെ ലെഫ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം അറയുടെ പുതിയ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഒരു ഫോർ ലൂപ്പാണ് കൊടുത്തേക്കുന്നത്. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് അറിയുന്ന 4 എന്ന വാല്യൂ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത് 2, 9. അതിനുശേഷം 4 എന്ന വാല്യൂ ഡിലീറ്റ് ചെയ്തിട്ട് 1, 13, 67 ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്.